നമ്മുടെ മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അതുക്കും മേലെ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മമ്മൂട്ടിയുടെ പുതിയൊരു പകർന്നാട്ടം ഭ്രമയുഗം എന്ന ചലച്ചിത്രത്തിൻ്റെ ആവിഷ്കാരത്തോടുകൂടി റിലീസോടുകൂടി നാട് മുഴുവൻ ചർച്ചയാവുന്നു. തിയേറ്ററുകൾ തിങ്ങി നിറയുന്നു. കോടികളുടെ വരുമാനമാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ വരുന്നു. അതിൽ വെറും 3-4 കഥാപാത്രങ്ങൾ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. എന്നിട്ട് പോലും അത് നാടിനെ പിടിച്ചു കുലുക്കുന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ അഭിനയ മികവ് തീർച്ചയായിട്ടും ഒരു ഘടകമാണ്. പക്ഷെ അതിലുപരി ആ ഭ്രമയുഗം പറയുന്ന, ബ്രാഹ്മണയുഗം എന്നല്ല പറയുന്നത്, ഭ്രമയുഗം എന്ന് 17-ാം നൂറ്റാണ്ടിലെ കലിയുഗത്തിൻ്റെ അപഭ്രംശമായ ഭ്രമയുഗം എന്നാണ് ആ പേരിന് ആധാരം. അതെടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കഥയ്ക്ക് ഒരു കാലിക പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. ആ കാലിക പ്രസക്തി ദേവൻ എന്ന് പറയുന്ന പാണനായിട്ടുള്ള ഒരു കഥാപാത്രം ഒരു കാട്ടിൽ വഴിതെറ്റി വന്നു, കുടുംബൻ പോറ്റിയുടെ മനയിൽ അകപ്പെടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇത് ഈ രാജ്യത്തിൻ്റെ നിലവിലുള്ള ഒരവസ്ഥയാണ്. മനുഷ്യർ, നമ്മൾ, ജനങ്ങൾ അറിയാതെ ചെന്നുവിടുന്ന ദുരന്തം ഫാഷിസത്തിൻ്റെയും അധികാരപ്രമത്തതയുടെയും കീഴിലേക്ക് അറിയാതെ ചെന്ന് അകപ്പെടുന്നു ആളുകൾ എന്ന് തന്നെയാണ് ഈ കഥയും പറയുന്നത്. എന്നാൽ അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലെ തിരിച്ചറിഞ്ഞ ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളും തകർന്നു പോകുന്നു, ഫലിക്കുന്നില്ല, വിജയിക്കുന്നില്ല. അങ്ങനെ അതിനുള്ളിൽ അകപ്പെട്ടു പോവുകയാണ് മനുഷ്യർ. ഇത് തന്നെയാണ് ഇന്ന് ഇന്ത്യയുടെയും അവസ്ഥ. ആ അവസ്ഥ വളരെ പ്രതീകാത്മകമായിട്ട് വരച്ചു കാട്ടുകയാണ് ഈ ചലച്ചിത്രത്തിൽ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ പ്രതീകാത്മകത കുറച്ച് കൂടിപ്പോയി. ആളുകൾക്കത് ഈ പറഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ ആ കാര്യത്തിൽ മാത്രമാണ് ഈ ചലച്ചിത്രത്തിലൊരു വീഴ്ച വരുത്തിയിട്ടുള്ളത്. വളരെ പേടിപ്പിക്കുന്നത്, വളരെ ഉദ്വേഗമുണ്ടാക്കുന്നത്, ഇനി എന്തു സംഭവിക്കും എന്ന് വളരെ ആകാംക്ഷാപൂർവ്വം ആളുകൾ ഉറ്റുനോക്കുന്നത്, ഇതൊക്കെ തന്നെ ഈ സിനിമയുടെ വലിയ പ്രത്യേകതയാണ്. അതോടൊപ്പം എന്തൊക്കെ ഹാജിയായിട്ട്, പട്ടേലരായിട്ട്, പൊന്തൻ മാടയായിട്ട്, എന്തൊക്കെ വേഷങ്ങളിൽ, അയ്യരായിട്ട്, എന്തൊക്കെ വേഷങ്ങളിൽ മമ്മൂട്ടിയുടെ പകർന്നാട്ടം കണ്ട് രസിച്ചിട്ടുള്ളവരും ആസ്വദിച്ചിട്ടുള്ളവരുമാണ് മലയാളികളല്ലാത്ത ആളുകളും. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം പ്രായം കൂടുന്തോറും, അതുപോലെ ആ സിനിമയിൽ നിന്ന് ആളുകളൊക്കെ വിട്ടുപിരിയേണ്ട ഒരു കാലത്ത് പോലും തൻ്റെ അഭിനയസിദ്ധി കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന, ജനങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വിചിത്രമായിട്ടുള്ള ഒരു വസ്തുത ഇതിലുണ്ട്. അതിലുപരി ഈ ചലച്ചിത്രം കൊടുക്കുന്ന സന്ദേശം, ഒരു യക്ഷിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഒരു ചാത്തൻ അതിലുണ്ട്. അന്ധവിശ്വാസം പകരുകയാണ് അല്ലെങ്കിൽ പടർത്തുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ചാത്തൻ കുടുംബൻ പോറ്റി എന്ന അധികാര രൂപത്തിൽ പരകായ പ്രവേശം നടത്തുകയാണ്. ആ ചാത്തനാണ് അവിടെ കുടികൊള്ളുന്നത്. ആ ചാത്തനാണ് പിന്നീട് അധികാരം കാണിക്കുന്നതും ആളുകളെ കൊല്ലുന്നതും ആളുകളെ കീഴടക്കുന്നതും ഒക്കെ തന്നെ. ഈ ചാത്തനാണ് ഫാഷിസം എന്ന് പറയുന്നത്. ആ ചാത്തൻ തന്നെയാണ് ഇന്നും പരകായ പ്രവേശം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശ്രീരാമൻ എന്ന ഒരു ആചാര്യൻ്റെ വേഷത്തിലേക്ക് പരകായ പ്രവേശം നടത്താം, ശ്രീരാമ ജന്മഭൂമിയിൽ പരകായ പ്രവേശം നടത്താം, ക്ഷേത്രങ്ങളിൽ പരകായ പ്രവേശം നടത്താം. അങ്ങനെ നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ മുഴുവനും ഈ ചാത്തൻ പരകായ പ്രവേശം നടത്തി ആളുകളെ അടിമകളാക്കിക്കൊണ്ടിരിക്കുന്നു, തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, കീഴ്തിക്കൊണ്ടിരിക്കുന്നു, അധികാരം തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു, കൂടുതൽ അധികാരവും പണവും തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു, പണം മുഴുവൻ നിധിയാക്കി വെച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഈ സിനിമ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, വ്യംഗ്യന്തരേണ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് മനസ്സിലാക്കുവാൻ കഴിയുന്നിടത്താണ് ഇതിൻ്റെ വിജയം. അവിടെ പാണൻ എന്ന് പറയുന്ന ഒരു അധികാരം, ആ അവസാനം
ചാത്തനും കുടുംബൻ പോറ്റിയുമൊക്കെ ഇല്ലാതാവുകയും സ്വാഭാവികമായ വിനാശം അവർക്കുണ്ടാവുകയും ചെയ്യുമ്പോൾ ആ അധികാരത്തിൻ്റെ മോതിരം പാണൻ്റെ കയ്യിൽ വരുന്നു, പാണൻ അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ പോലും സംഭവിക്കുന്നത് ഈ കൊളോണിയലിസം കയറി വരുന്നതാണ്. സവർണ മേധാവിത്വത്തെ, ജാതി മേധാവിത്വത്തെ, അതിൻ്റെയൊക്കെ അധികാര പ്രമത്തതയെ പരാജയപ്പെടുത്തി നാട്ടിലെ താഴ്ന്ന ജാതിക്കാരായ ബഹുഭൂരിപക്ഷം അധികാരത്തിലേക്ക് വരുമ്പോഴും കൊളോണിയലിസം കടന്നു വന്ന് അതിനെ തകർക്കുന്നതെങ്ങനെ എന്നുകൂടി കാണിച്ചു തരുന്നുണ്ട് ഈ ചലച്ചിത്രം. എന്തെങ്കിലും ഒരു പോരായ്മ ഈ ചലച്ചിത്രത്തിന് പറയാനുണ്ടെങ്കിൽ അത് സമകാലിക രാഷ്ട്രീയത്തെ വളച്ചുകെട്ടി പറയുന്നു എന്നുള്ളതാണ്. അതൊരു ന്യൂനതയായി കാണണമെന്നില്ല. കുറച്ചുകൂടി ചിന്താശേഷി കാണിച്ചുകൊണ്ടും കുറച്ചുകൂടി ഗാഢമായി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും മനസ്സിലാക്കിയെടുക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അധികാരം കയ്യിലുള്ളവർക്ക് നമ്മുടെ സ്വാതന്ത്ര്യം വെച്ച് കളിക്കുന്നത് ഒരു രസമാണ് എന്ന ഒരു വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു തത്വം ഈ സിനിമ വിളംബരം ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയെ കഴിഞ്ഞാൽ അർജുൻ അശോകും സിദ്ധാർത്ഥ് ഭരതനും അത്യുജ്വലമായ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അത്രയും കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ ഉള്ളൂ എന്നത് വലിയൊരു പ്രത്യേകതയാണ്. വളരെ കുറഞ്ഞ ആളുകളെ വെച്ചിട്ട് ഇതുപോലെ ചലച്ചിത്രം എടുക്കാൻ കഴിയുമെന്നതിന് കൂടി ഒരു മാതൃക കാണിക്കുന്നുണ്ട് ഇത്. എന്തായാലും ഈ ചലച്ചിത്രം വിജയിച്ചിരിക്കുന്നു. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.